ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ചോറുണ്ടാക്കാനാണ് പോണേ. അതിന് ബിരിയാണിയല്ല, ഫ്രൈഡ് റൈസ് അല്ല, ഒന്നുമല്ലേ, നല്ലൊരു ചോറ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചോറാണ്. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് പ്രഷർ കുക്കറും വേണ്ട, വേവിക്കേണ്ട, അളവ് നോക്കണ്ട, ഒന്നും വേണ്ട. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ഞാൻ ആദ്യം 2.5 ഗ്ലാസ് അരി എടുത്ത്, ബാസ്മതി റൈസാണ്, കഴുകി വെച്ചിട്ടുണ്ട്. കൂത്തിട്ടൊന്നുമില്ല, ഇപ്പം കഴിക്കൊണ്ടിങ്ങോട്ട് വെച്ച് എടുത്തിട്ടെ കഴുകി വെച്ചിട്ടുണ്ട്. 2.5 ഗ്ലാസ് അരിയേ, നാളെ ഈ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് അരി. എന്നിട്ട് ഒരു 200 ഗ്രാം ഗ്രീൻ പീസ് ഉണ്ട്, ഫ്രോസൺ ആണേ. പിന്നെ ഒരു 150 ഗ്രാമിന് മേളിലുണ്ട് സ്വീറ്റ് കോണേ, അതും ഫ്രോസൺ ആണേ. പിന്നെ ഒരു 10 പച്ചമുളക്, എരിയുള്ള പച്ചമുളകാണ്, 10 പച്ചമുളക്, എരിക്കനുസരിച്ച് പച്ചമുളക് കൂട്ടിയിട്ട് കൊടുക്കാം, കുറയ്ക്കാം. പിന്നെ ഒരു വലിയ വെളുത്തുള്ളിയുടെ 1 പൂണ്ട് വെളുത്തുള്ളി, എണ്ണം നോക്കിയാൽ വലിയ വെളുത്തുള്ളിയുടെ 1 പൂണ്ട് വെളുത്തുള്ളി അത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇത്രയും പോലും പോകുന്ന ഒരു ഇഞ്ചി, കണ്ടോ, ഇത്രയും പോലും പോകുന്നൊരു ഇഞ്ചി കഷ്ണേ. ഇത് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു 2 ഇടത്തരം ക്യാരറ്റ്, അതും കുഞ്ഞു കുഞ്ഞു ആയിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് ചിക്കൻ, ഇത് എല്ലില്ലാത്ത ബോൺലെസ് ചിക്കനാണ്. ഇതൊരു 400 ഗ്രാമോളം വരെ. അത് നമ്മൾ സാധാരണ വീട്ടിൽ ചിക്കൻ മേടിക്കത്തില്ലേ, അതിനകത്തു നിന്നൊക്കെ ഉള്ള മാംസമൊക്കെ എടുത്തതായിട്ട്. അന്നേരം അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തുടങ്ങാം. ആദ്യം നമുക്കിത് ചതച്ചെടുക്കട്ടെ. ഞാനിത് ചതച്ചെടുക്കട്ടെ. ഇത് 3 വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചെടുക്കാം. നമുക്ക് സ്റ്റൗ ഓണാക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അടുത്ത് വെളിച്ചെണ്ണ ഉണ്ട്. വേണ്ടേ, ഇത് വെളുത്തുള്ളി, ചതച്ച വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറിയൊരു അതിൻ്റെ പച്ചമുളകൊന്ന് മാറിക്കിട്ടട്ടെ. ഓക്കെ, ഒരു 10-40 സെക്കൻഡ് അത്രയും മതി. ഇതിനകത്ത് ഈ എടുത്ത് വെച്ചേക്കുന്ന ചിക്കനില്ലേ, കഷ്ണം പോലെ എടുത്ത് അരിഞ്ഞ് വെച്ചേക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിലോട്ട് പിന്നെ ആവശ്യമുള്ള ഉപ്പ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ആദ്യം ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേ. ഇതൊന്ന് കവർ ചെയ്യുക. നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഇതൊക്കെ ഒന്ന് നല്ല മിക്സ് ആക്കണേ. ആ ഉപ്പൊക്കെ പിടിച്ച് എല്ലായിടും ഉപ്പൊന്ന് പിടിക്കട്ടെ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതൊന്ന് കുറയ്ക്കാം, ഒന്ന് കവർ ചെയ്ത് കൊടുക്കട്ടെ. ഈ ചിക്കൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതൊരു 4-5 മിനിറ്റോളം ഇങ്ങനെ ഇരിക്കട്ടെ. തീ കിടക്കുന്നത് മീഡിയത്തിനും തൊട്ട് താഴെയാണേ, സിമ്മിലോട്ടാക്കേണ്ടത്. കാര്യം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. നമ്മുടെ ചിക്കൻ നോക്കേ,
ഓക്കെ, ചിക്കൻ ഒരു 4 മിനിറ്റ് കഴിഞ്ഞേ, ഒരു പാതി വേവോളം എത്തിയിട്ടുണ്ട്. കാര്യം കുഞ്ഞു കുഞ്ഞു കഷ്ണമല്ലേ. ഇനി ഇതിലോട്ട് ഈ ക്യാരറ്റില്ലേ അതിട്ട് കൊടുക്കാം. ഇത് ഒന്ന് 2 മിനിറ്റ് അടച്ചു വെക്കേ. ഈ കൂട്ടണ്ടേ, സിമ്മിനും തൊട്ട് മേളിൽ വെച്ചാൽ മതി. ഇങ്ങനെ കിടക്കട്ടെ, ഒരു 2 മിനിറ്റ് കിടക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമുക്ക് ഈ സ്റ്റൗ ഓണാക്കാം. ഇതിനകത്ത് ഞാൻ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ഇപ്പം ഞാനൊരു 5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടേ. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് ഇതും വെന്ത് വരട്ടെ. നമ്മുടെ ക്യാരറ്റും ചിക്കനും കൂടെ നോക്കേ. രണ്ട് മിനിറ്റ് ആവുന്നേ ഉള്ളേ. കാര്യം അധികം അങ്ങ് വെന്ത് പോവണ്ട. കാര്യം ഈ കഷ്ണങ്ങളെല്ലാം കിടക്കണ്ടേ, ആ ചോറൊക്കെ വേവണ്ടേ. ഇനി ഇതിനകത്തോട്ട് ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഈ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കേ. ഈ ഗ്രീൻ പീസിൻ്റെയും ഈ സ്വീറ്റ് കോണിൻ്റെയൊക്കെ ഒരു പച്ച മണം, പ്രത്യേകിച്ചും ഗ്രീൻ പീസിൻ്റെ ചെറിയൊരു പച്ച മണമുണ്ട്. അതൊന്ന് മാറുന്നവിടെ എല്ലാം ഒരു മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ മതി. തീ ഒന്ന് കൂട്ടി കൊടുക്കേ. നമ്മുടെ ഇനി ഇതിലോട്ട് ഈ അരി കഴുകി വെച്ചേക്കുന്നില്ലേ അടച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കേ. ഇതിട്ടങ്ങ് ഉത്തിയിട്ടങ്ങ് തീയിട്ട് ഇതാക്കണ്ട. ഞാനിപ്പം തന്നെ ഇതിനകത്ത് ഉപ്പിട്ടിട്ട് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കേ. അരിയിട്ടൊന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ നടക്കുന്നതല്ലേ. ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കന് മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളായിരുന്നേ. ഇനി ഇതിനാ കുറച്ച് ഉപ്പ്, ഇതിനാവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കേ. എന്നിട്ട് ഇതിലോട്ട് ഈ ഗ്യാസ് ഓഫാക്കാം. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഉപ്പൊന്ന് നോക്കാം. ഈ വെള്ളത്തിൽ തൊട്ട് നോക്കിയാൽ മതി. കറക്റ്റ് ഇട്ടേ. ഇച്ചിരി ഉപ്പ് മുമ്പിട്ട് നിൽക്കണം, എങ്കിലേ കഷ്ണത്തിലൊക്കെ ഉപ്പ് പിടിക്കത്തുള്ളേ, ചോറിനൊക്കെ ഉപ്പ് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമുക്ക് പന്തി നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. തീ നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കുറയ്ക്കാം. ഒരു സിമ്മിൽ തൊട്ട് താഴെ വെച്ചിട്ട്
ഒരു 3-4 മിനിറ്റ് വേവിക്കാം. പിന്നെ ഇതിനകത്ത് കുറച്ച് സാധനം അധികമൊന്നുമില്ല, ഒന്ന് ആഡ് ചെയ്യണം. ഒന്ന് തിളച്ച് കിട്ടട്ടെ. ഓക്കെ, നമ്മുടെ ചോറിൻ്റെ വെള്ളം തിളയ്ക്കുന്നുണ്ട് കണ്ടോ. അതിന് ചൂടുവെള്ളമല്ലേ ഒഴിച്ചു കൊടുത്ത്, തിളയ്ക്കാറായ വെള്ളം ഒഴിച്ചു കൊടുത്ത്. അത് 1 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തിളച്ചോളൂ. ഇനി ഇത് നമുക്ക് തീ സിമ്മിലിടേ. സിമ്മിലിട്ടിട്ട് ഒരു 4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. സിമ്മിലല്ല, സോറി, മീഡിയത്തിൽ കിടക്കട്ടെ. ഒരു 4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ചോറ് നോക്കേ, ഒരു 4 മിനിറ്റോളം ആവാറായേ. ഓക്കെ, അത് വെള്ളം നിൽപ്പോണ്ട് അടിയിൽ. ഇനി ഈ തീ സിമ്മിലിടുക. ഇനി ഇതിനകത്ത് ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാപ്സിക്കം ഇല്ലേ, അത് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് 2 ഇടത്തരം തക്കാളി അതും ഇട്ട് കൊടുക്കേ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ചോറ് നല്ല വെന്തിട്ടില്ല, ഒരു 3/4 ഭാഗമായതേ ഉള്ളൂ. പല അരിക്കും പല വേവാണേ. ഇനി ഇത് വെള്ളമൊന്നും വേണ്ട, ഇത് ഈ ആവി തന്നെ, ഈ വെള്ളത്തിൽ തന്നെ വെന്തൂടെ. ഈ ഉള്ള വെള്ളം മതി ഇതിനകത്ത്. നല്ല മിക്സ് ചെയ്ത് കൊടുക്കേ. ഈ മിക്സിങ്ങിലും കാര്യമുണ്ടേ. ഓക്കെ, ഇത് മതിയേ. ഇനി ഇത് ഇങ്ങനെ ഇട്ട് സിമ്മിൽ കിടന്ന് ഒരു 4-5 മിനിറ്റ് കിടക്കട്ടെ. കവർ ചെയ്ത് കൊടുക്കാം. ഇത് സിമ്മിൽ കിടക്കട്ടെ. സിമ്മിൽ ഇങ്ങനെ കിടന്ന് 4-5 മിനിറ്റോളം കിടക്കട്ടെ. ഇങ്ങനെ കിടക്കട്ടെ. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ് ചോറ് എന്ത് പരുവായിരുന്നു നോക്കെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. തീരെ സിമ്മിലാണ് ഇട്ടേക്കുന്നത്. ഇളക്കി നോക്കാം ആദ്യമേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടേ. ഇളക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മല്ലിയില, നല്ല ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. ഇത് നല്ല മിക്സ് ചെയ്യാം. ഓക്കെ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണിത്. ഇതിന് ഒരു കറിയും വേണ്ട. പിന്നെ എരിക്കനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കോ. എനിക്കിപ്പം നല്ല എരിയുണ്ട്. ഇതിന് നല്ല എരിയുള്ള പച്ചമുളകായിരുന്നു. 10 പച്ചമുളക് ഇട്ട് കൊടുത്തില്ലേ. വേറെ ഒന്നുമില്ലല്ലോ എരിക്ക് ഇതിനകത്ത്. അന്നേരം എരിക്കനുസരിച്ച് ഇടുക. ഓക്കെ, ഞാൻ ഗ്യാസ് ഓഫാക്കണ്ട. ഇത്ര കണ്ട തക്കാളി ഒന്നും വെന്ത് കുഴഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ലാസ്റ്റ് ക്യാപ്സിക്കം കിടക്കുന്നുണ്ട. ഒന്നും അത് കുഴഞ്ഞു പോകരുതേ. അപ്പം ഞാനിത്
ഗ്യാസ് ഓഫാക്കി ഇത് താഴോട്ടെടുത്ത് വെക്കാം. നോക്കിയേ നമ്മുടെ ചോറ് നല്ല ചൂടുണ്ട്, നല്ല മണമുണ്ട്. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട്. പ്രഷർ കുക്കറും വേണ്ട, വേവിക്കേണ്ട, അളവ് നോക്കണ്ട, ഒന്നും വേണ്ട. ചെറിയ രീതിയിലിട്ട് വേവിക്കുക. പിന്നെ അരിയുടെ വേവ് അനുസരിച്ച് നോക്കണേ. ഓക്കെ, ഒന്നും ക്യാരറ്റ് എല്ലാം നല്ല വെന്തിട്ടുണ്ട്. ചിക്കനൊക്കെ അതാ വെന്തിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ. പിന്നെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്, പീസ് വെന്തിട്ടുണ്ട്, എല്ലാം വെന്തിട്ടുണ്ട്. തക്കാളി ഒന്നും കുഴഞ്ഞു പോകരുത്, അതാ ലാസ്റ്റ് ഇട്ടത്. ക്യാപ്സിക്കം കിടക്കുന്നുണ്ട്, വെന്തു, പക്ഷേ അതൊന്നും ഉടഞ്ഞു പോകത്തില്ല. ക്യാപ്സിക്കമൊക്കെ ഉടഞ്ഞു പോയാൽ പിന്നെ ചോറിൻ്റെ അവസ്ഥ അറിയാമല്ലോ, ടേസ്റ്റേ വ്യത്യാസം വരെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. എനിക്കൊരു പ്ലേറ്റിലോട്ട് പകരാൻ പോലും തോന്നുന്നില്ല, അത്രയ്ക്ക് രസമുണ്ട്.